പ്രിയപ്പെട്ടവർ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞാൽ പലരും അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവരായിരിക്കും. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കളും അനുഭവങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഇപ്പോൾ അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ മണം ഭാര്യയ്ക്കായി പെർഫ്യൂമാക്കി നൽകിയ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ഈ വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. വീഡിയോ കണ്ട് കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് ചിലർ പറയുന്നത്. അതേസമയം ചെയ്തത് നല്ല കാര്യം തന്നെ, പക്ഷേ അത് വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ലക്ഷ്മി തന്നെയാണ് പ്രിയപ്പെട്ട സുധിച്ചേട്ടൻ്റെ മണം പെർഫ്യൂമാക്കി എന്ന തലക്കെട്ടോടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ചിന്നുവിന് 1 കോടി പുണ്യം കിട്ടും, സുധിയുടെ ജീവവായു തന്നെയാണ് രേണുവിനെ കൊടുക്കുന്നത്, ഈ പെർഫ്യൂം ചെയ്തു കൊടുത്ത യൂസഫ് ബായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. റീച്ച് കുറയുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടാണ് അതിബുദ്ധിമതിയായ യൂട്യൂബറും നിഷ്കളങ്കരായ കുറേ വ്യൂവേഴ്സും. ഇനി ഈ അത്തർ ഒരു ബ്രാൻഡാക്കി ഇറക്കി വിടരുത് എന്നൊരു അപേക്ഷ മാത്രം. മരിച്ചുപോയവരോട് കുറച്ച് ബഹുമാനം ഒക്കെ ആവാം. മരിച്ചുപോയ ആളെ വെച്ച് പണമുണ്ടാക്കി മതിയായില്ലേ എന്നാണ് കുറച്ച് പേർ ചോദിക്കുന്നത്. ഒരാളുടെ മണം പോലും അല്ലെങ്കിൽ മരണം പോലും കണ്ടന്റ് ആക്കുന്നത് കണക്കില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. സുധിയുടെ ഭാര്യ രേണു ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ലക്ഷ്മി നക്ഷത്ര ആഗ്രഹം സാധിച്ചു കൊടുത്തത്. അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു. മരിച്ചവരുടെ മണം വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരുമുണ്ട്. ഭർത്താവിൻ്റെ മണം മരണം വരെ തന്നോടൊപ്പം വേണമെന്നും രേണു ആഗ്രഹിച്ചിരുന്നു. തുടർന്നാണ് കൊല്ലം സുധിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കുമോ എന്ന് രേണു ലക്ഷ്മിയോട് ചോദിക്കുന്നത്. തുടർന്ന് ഈ വസ്ത്രങ്ങളുമായി ലക്ഷ്മി ദുബായിൽ പോവുകയും അവിടെയുള്ള ഒരു പെർഫ്യൂം നിർമ്മാതാവിനെ കാണിക്കുകയും ചെയ്യുന്നത് വീഡിയോയിലുണ്ട്. അദ്ദേഹം ഈ വസ്ത്രങ്ങൾ മണത്തു നോക്കുകയും പെർഫ്യൂമാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. ദുബായ് മലയാളിയായ യൂസഫ് ബായിയാണ് കൊല്ലം സുധിയുടെ മണം പെർഫ്യൂമാക്കി നൽകിയത്. സുധിച്ചേട്ടൻ്റെ ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നും ലക്ഷ്മി വീഡിയോയിൽ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ നെഗറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും പണമുണ്ടാക്കാനും വേണ്ടി ഇതെല്ലാം വീഡിയോ ആയി പ്രദർശിപ്പിക്കണോ എന്നാണ് ഒരുപാട് പേർ ചോദിക്കുന്നത്.